എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പോസ്റ്റ് ഓഫീസ് GDSൻ്റെ നാലാമത്തെ മെറിറ്റ് ലിസ്റ്റ്, നാലാമത്തെ ഷോർട്ട് ലിസ്റ്റ് റിലീസായിട്ടുണ്ട്. അപ്പോൾ 3 ലിസ്റ്റ് വന്നപ്പോൾ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് അപ്ഡേറ്റുകൾ എത്തിച്ചതാണ്. ഇപ്പോൾ നാലാമത്തെ ലിസ്റ്റും അവർ ഒഫീഷ്യലായിട്ട് റിലീസാക്കിയിട്ടുണ്ട്. GDSൻ്റെ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ലിസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്. ലിസ്റ്റ് ഞാൻ PDF ആയിട്ട് ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ലിങ്കിൽ കയറി ഡൗൺലോഡ് ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ GDS നമുക്കറിയാം, മിനിമം 10ാം ക്ലാസ് നല്ല മാർക്കോടുകൂടി പാസ്സായവർക്ക് പോസ്റ്റ് ഓഫീസിലൊരു ജോലി, ഫിസിക്കലും മെഡിക്കലും എക്സാം ഒന്നുമില്ലാതെ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിലൊരു ജോലി കിട്ടാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനായിരുന്നു. ഒരുപാട് പേര് അപ്ലൈ ചെയ്തു. 3 ലിസ്റ്റ് വന്നപ്പോൾ 3 ലിസ്റ്റിലും ഒരുപാട് പേര് ലിസ്റ്റിൽ ഇടം പിടിച്ച് അവരൊക്കെ ഡോക്യുമെൻറ്റേഷനൊക്കെ പോയതാണ്. അപ്പോൾ നാലാമത്തെ ലിസ്റ്റ്, ഇതുവരെയും 3 ലിസ്റ്റിലും വരാത്തവരെന്ത് ചെയ്യുക, നാലാമത്തെ ലിസ്റ്റും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കുക. നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ ലിസ്റ്റിലുണ്ട്. നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ടൈമും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ GDSൻ്റെ വെബ്സൈറ്റിൽ കയറുക. അതിനുശേഷം ഇവിടെ ഒരു മെസ്സേജ് റൺ ചെയ്യുന്നുണ്ട്. GDS ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ഷെഡ്യൂൾ 1 ജനുവരി 2025 ലിസ്റ്റ് 4 ഓഫ് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് പബ്ലിഷ്ഡ്. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടത്, ഇവിടെ കാണാം താഴെ ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കേരള സെലക്ട് ചെയ്യുക. നമ്മൾ കേരളയാണ്, കേരള സെലക്ട് ചെയ്തു. സപ്ലിമെൻ്ററി ലിസ്റ്റ് 4 കാണാം, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പേജ് ഓപ്പൺ ആവുന്നുണ്ട്. നമ്മുടെ ലിസ്റ്റ് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ വന്നു. ഇവിടെ കാണാം GDS ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ഷെഡ്യൂൾ 1 ജനുവരി 2025 കേരള സർക്കിൾ ലിസ്റ്റ് 4. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ഡേറ്റ് കാണാം, ജൂലൈ 1, 2025. ഈ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ പറയുന്ന പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ഹാജരാവണം. ജൂലൈ 1 മുന്നേ നിങ്ങൾ എത്തണം. അപ്പോൾ അതിന് ശേഷം വരുന്ന ഡേറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ റിജക്റ്റ് ആവും. ഒറിജിനലും 2 സെറ്റ് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പികൾ നിങ്ങൾ കയ്യിൽ വെക്കണം. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് 2 സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പികളായിട്ട് നിങ്ങൾ കയ്യിൽ വെക്കുക. ഒറിജിനൽ നിങ്ങൾ കയ്യിൽ വെക്കണം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഓരോ ഡിവിഷൻ കാണാം. ഇപ്പോൾ ആലപ്പി ഡിവിഷൻ, ഇവിടെ ഓരോ പോസ്റ്റ് ഓഫീസ് കാണാം, പോസ്റ്റ് നെയിം കാണാം, ഏത് പോസ്റ്റ് ഓഫീസ്, പോസ്റ്റ് നെയിം, പിന്നെ കമ്മ്യൂണിറ്റി കാറ്റഗറി കമ്മ്യൂണിറ്റി കാണാം. ഇതാണ് രജിസ്ട്രേഷൻ നമ്പർ. ഈ നമ്പറാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. നിങ്ങളുടെ നമ്പർ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സെർച്ച് ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ എത്ര ശതമാനം മാർക്കും കാര്യങ്ങളൊക്കെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണാം ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സിൻ്റെ. അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറിൻ്റെ നേരെ കാണുന്ന ഡോക്യുമെൻറ്റ്സ് ടു ബി വെരിഫൈഡ് വിത്ത് എന്നുള്ളൊരു ഓപ്ഷനിൽ ഏത് ഡിവിഷനാണോ വരുന്നത് അവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന ജൂലൈ 1 മുന്നേ നിങ്ങൾ പറയുന്ന പോസ്റ്റ് ഓഫീസിൽ ഡോക്യുമെൻറ്റ്സ് ഒറിജിനലും 2 സെറ്റ് ഫോട്ടോ കോപ്പി ആയിട്ട് നിങ്ങൾ പോകണം. അപ്പോൾ എന്തായാലും നിങ്ങൾ പെട്ടെന്ന് ചെക്ക് ചെയ്തോളൂ. നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, അത് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ നമ്പർ ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്റ്റഡ് ആയിട്ടുണ്ട്. മൊത്തം 387 പേരാണ് ഇപ്പോൾ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. നാലാമത്തെ റിസൾട്ട്, നാലാമത്തെ മെറിറ്റാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചത് ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക. ഡെയിലി അപ്ഡേറ്റ്സുകൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.